ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ. അടുപ്പത്താണ് ചപ്പാത്തി ചുടുന്നത് കേട്ടോ. എന്നാൽ പിന്നെ ഈ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞാൽ ചോറ് നേരെ അടുപ്പത്ത് വെക്കാമല്ലോ എന്ന് കരുതിയിട്ടാട്ടോ ഉമ്മ ചപ്പാത്തി ചുടണത്. അപ്പോൾ ഇതാ നല്ല എണ്ണയൊക്കെ തേച്ചിട്ട് ഉമ്മയുടെ സ്പെഷ്യൽ ചപ്പാത്തി ആട്ടോ. ചപ്പാത്തിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചേച്ചി ബേബിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേണ്ട ഷെസു വേണ്ട വേണ്ട താലോല അങ്ങനെയല്ല ആടുക. വേണ്ട താലോലു എന്റെ കാട്ടില് പറ. താലോലോ താലോലും ഞാനോ എന്തെറ്റി ഇന്ന് ആഗസ്റ്റ് 15 അല്ലേ. അപ്പോൾ ബേബിക്ക് സ്കൂളൊന്നും ഇല്ല കേട്ടോ. സ്കൂളില്ലാന്നല്ല, സ്കൂളിൽ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കരുതി റെയ്യുൻ്റെ എന്നും വണ്ടിക്കാരനുണ്ടാവില്ലേ, അപ്പോൾ വണ്ടിക്കാരന് ലീവാക്കാരം. അപ്പോൾ പിന്നെ രാവിലെ ഈ ഷേസു ബേബീനെ എടുത്തിട്ട് സ്കൂൾക്ക് പോകണ്ടേ. പിന്നെ സ്കൂൾക്ക് ഒരു 8 മണിക്കൊക്കെ എത്തിയാൽ 10 മണിയാകുമ്പോഴത്തേന് സ്കൂൾ വിടുന്നൊക്കെ ടീച്ചർ മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ ഗ്രൂപ്പിൽ. അപ്പോൾ അത് കാരണം ഞാൻ കരുതി എന്നെ പറഞ്ഞയക്കണ്ടാന്ന് കേട്ടോ. വണ്ടിയുള്ള കാര്യം നമ്മളെന്താ പറയുക, ഞാൻ ചോദിക്കാനോട്ട് മറക്കുകയും ചെയ്തു. ഞാൻ വണ്ടി ഇല്ലാന്നട്ടോ കരുതിയത്. അപ്പോൾ പിന്നെ രാവിലെ ഒരു 8:30 ആയപ്പോൾ റയ്യാൻ ഉണ്ടോ ചോദിച്ചിട്ട് ആ വണ്ടിക്കാരൻ വിളിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയണത് വണ്ടി ഉണ്ടെന്ന് കേട്ടോ. അപ്പത്തിന് എന്തായാലും ടൈം വെക്കിയിരുന്നു. അങ്ങനെ നമ്മളിന്ന് ആഗസ്റ്റ് 15 സ്കൂൾക്ക് പറഞ്ഞയക്കാതിരുന്നത് കേട്ടോ. ശരിക്കും നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സ്കൂൾക്ക് പറഞ്ഞയക്കേണ്ടതാണ്. സംഭവം ഞാൻ ഇതേപോലെ എന്താ പറയുക, വണ്ടി ഇല്ലാന്ന് കരുതി നമ്മൾ മെനക്കെട്ടിട്ട് പോകണ്ടേ, ഷേസു ബേബിനെ എടുത്ത് പോകണ്ടേ വെച്ചിട്ടാട്ടോ ഞാൻ. പക്ഷെ എന്തായാലും അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്താ പറയുക ആഗസ്റ്റ് 15 സ്കൂൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇത് രാവിലെ തന്നെ കണ്ടില്ലേ, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉടായിപ്പ് കാട്ടുട്ടോ. ഇപ്പോൾ ചൂലൊക്കെ എടുത്തിട്ട് എന്താ പറയുക, മുറ്റം നിലട്ട് അടിച്ചു വരുന്നത്, നമ്മളെ പുറത്തുള്ള റോഡാണ് അടിച്ചു വരുന്നത്. ഈ ഷേസു ബേബി ഇങ്ങനെയൊക്കെ ഓരോ പണികൾ ഒപ്പിച്ചേക്കും കേട്ടോ. ഇതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. കണ്ടില്ലേ എന്തുമാതിരി അടിച്ചു വരുന്നത്. നമ്മളെ പെണ്ണുങ്ങൾക്ക് പോലും ഇങ്ങനെ ഇത്ര ക്ലിയർ ആയിട്ട് അടിച്ചു വരാൻ വയ്ക്കൂല കേട്ടോ. അത്രയും നീറ്റായിട്ടാട്ടോ ഓൻ അടിച്ചു വരുന്നത്. പിന്നെ ഷേസു ബേബിക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കുമ്പോൾ തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. ചപ്പാത്തി ആണെങ്കിൽ എനിക്ക് ഒന്നുപാട് ഇഷ്ടമല്ലേ എന്ന് കരുതിയിട്ട് വെച്ച് കൊടുത്തതാണ്. പക്ഷെ ആൾ കഴിക്കണില്ല. അപ്പോൾ എന്തായാലും ഞാനെടുത്ത ചപ്പാത്തി ഉമ്മ പിന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഉമ്മ മിന്നാന്ന് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ദോശക്കായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഉമ്മ ഇന്നും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഗ്രീൻ പീസ് കറി ചപ്പാത്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഷേസു ബേബി എന്താണ് കഴിക്കുന്നില്ല കേട്ടോ. ഷേസു ബേബി എൻ്റെ പാത്രത്തിലത്തെ കടലെടുത്ത് ഭയങ്കര കഴിക്കലായിരുന്നു. പിന്നെ ഞാൻ കഴിച്ചതിന് ശേഷം ഷേസു ബേബി കുറച്ച് ഞാൻ വാരി കൊടുത്തിട്ടോ. അങ്ങനെ കുറച്ച് കഴിച്ചു. പിന്നെ ചപ്പാത്തി ആണെങ്കിൽ റെയ് ബേബിക്ക് വലിയ ഒരു പോക്കില്ല കേട്ടോ. അപ്പോൾ ഒന്നെങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഒന്ന് കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഡെയിലി ഇതൊക്കെ നീറ്റാക്കി വെക്കുന്നതാണ്. പക്ഷെ മക്കളുള്ള വീട്ടിൽ നമ്മൾ എത്ര ഇത് നീറ്റാക്കി വെച്ചിട്ടൊരു കാര്യമില്ല. ഈ ബെഡ്ഷീറ്റൊക്കെ ചിലപ്പോൾ നമ്മളെന്താ പറയുക, ഒരു വട്ടമൊക്കെ ഒരു ദിവസം ക്ലിയർ ആക്കി വെച്ചാൽ മതി. ചിലപ്പോൾ പിറ്റേ ദിവസത്തിനൊന്നും അത്ര വൃത്തികേട് ഉണ്ടാവില്ല. നമ്മൾ കിടക്കണ ബെഡ്റൂം ആണെങ്കിൽ അത് വൃത്തികേടാവും. വൃത്തികേടെന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു വൃത്തിയില്ലാത്ത നീറ്റല്ലാത്ത രീതിയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമ്മൾ നേരാക്കി വെക്കേണ്ടി വരും. ഇത് നമ്മൾ ഉപയോഗിക്കാത്ത റൂമിലടക്കം എന്താ പറയുക, റയ്യാൻ ഷെയ്താനൊക്കെ പോയിട്ട് ആകെ വൃത്തികേടാക്കി വെക്കും കേട്ടോ. ആ ബെഡ്ഷീറ്റ് തന്നെ കണ്ടില്ലേ, ബെഡ്ഷീറ്റ് തന്നെ നമ്മൾ ആ ബെഡുമൊന്നും ഇല്ലാത്തൊരു കോലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നേരെ ക്ലീനാക്കി വൃത്തിയാക്കി വെച്ചിട്ട് നമ്മൾ അടിച്ചോരി കഴിഞ്ഞിട്ട് തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. തുടക്കുന്ന ടൈമിൽ മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. തിരുമ്പാൻ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ എന്താ കാട്ടേണ്ടി വെച്ചിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ട്. പക്ഷേ ഈ തിരുമ്പാനുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ ഈ പിറ്റേ ദിവസത്തേക്ക് വെച്ചാൽ കുറേ നനഞ്ഞ കുട്ടികളെ കുപ്പായങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണെങ്കിലോ കരിമ്പനടിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഞാൻ ഷേസു ബേബിക്കും റെയ് ബേബിക്കും കഞ്ഞിയും ചോറോ കൊടുത്തിട്ട് അങ്ങനെ മഴ തോർന്നു കേട്ടോ. മഴ തോർന്നതിന് ശേഷം തിരുമ്പി കഴിഞ്ഞിട്ട് ഇതാ നല്ല കേബേജ് ഉപ്പേരിയും
മുരിങ്ങാക്കോലൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി കറി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് മീൻ കിട്ടിയിട്ടില്ല. ഇന്ന് ആഗസ്റ്റ് 15 ആയിട്ട് എന്താണെന്നറിയില്ല, മീൻകാരൻ വന്നിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ബേബീനെ ഉറക്കി, ഷേസുവിനൊക്കെ ഉറക്കി. ഈവനിങ് ഇതാ നമ്മൾ ഇന്ന് എന്നും പഴം വാട്ടില് ചെയ്യാം. അപ്പം ഞാൻ കുറേ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ട്ടോ. ഈ പഴം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് അത് ഫ്രൈ ആയിട്ട് വെക്കണത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഷേസു ബേബിക്ക് കുറച്ച് അമൃതക്കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമൃതം കുറുക്കും സെറ്റാക്കി വെച്ചു. പിന്നെ നമ്മൾ ഇതേപോലെ പഴം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് വെക്കിയിട്ടാണ് ട്ടോ നമ്മൾ പാലിന് പോയത്. പാലിന് പോയി വന്നിട്ട് നേരെ ഷേസു ബേബിക്ക് കുറുക്കുണ്ടാക്കാൻ അതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്യാനൊക്കെ ഞാൻ വെച്ചു ട്ടോ. പിന്നെ കുറച്ച് പാലുണ്ടായിരുന്നു. പാല് വെച്ചിട്ട് നമ്മൾ നല്ല പാൽ ചായ ഉണ്ടാക്കി ട്ടോ. അങ്ങനെ ഇതാ ഓൻ്റെ അമൃതം കുറുക്ക് റെഡി ആയിക്കോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനേ മറക്കല്ല കേട്ടോ. എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുകൊണ്ടു. പിന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പിന്നെ എൻ്റെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കൊണ്ട് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ പഴം വാട്ടി തിന്നണതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോസിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഷേസു ബേബിക്ക് അമൃതക്കുറുക്കൊക്കെ കൊടുത്തു. പിന്നെ റെയു ബേബി കുറച്ച് പഴം ഇങ്ങനെ സാധാ നുറുക്കിയിട്ടിട്ടും കൊടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം.